പിശാചിനെ തോൽപ്പിക്കാനായിട്ട് ഇങ്ങനെ ചെയ്യുക. അതായത് വെളിപാടിൻ്റെ പുസ്തകം 12 അധ്യായം 11 വാക്യം. അവരാകട്ടെ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിൻ്റെ വചനം കൊണ്ടും അവൻ്റെ മേൽ, അതായത് പിശാചിൻ്റെ മേൽ വിജയം നേടി ജീവൻ നൽകാനും അവർ തയ്യാറായി. 2 കാര്യങ്ങളാണ് പറയണേ. ഒന്ന്, പ്രഷ്യസ് ബ്ലഡ് ഓഫ് ജീസസ് പ്ലസ് അവർ ഓൺ വേർഡ് ഓഫ് ടെസ്റ്റിമണി. അതായത് ഈശോയുടെ കുഞ്ഞാടിൻ്റെ രക്തത്തിൻ്റെ യോഗ്യതയും പ്ലസ് നമ്മുടെ സ്വന്തം സാക്ഷ്യത്തിൻ്റെ വചനം. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഇത്രയുള്ളൂ ചെയ്യാനായിട്ട്. അതായത് ഈശോയുടെ പീഡാസനത്തിലൂടെയും കുരിശുമരണത്തിലൂടെയും ഉത്ഥാനത്തിലൂടെയും എല്ലാം ഈശോ നമുക്ക് രക്ഷ നേടിത്തന്നു, അല്ലേ? ലോകം മുഴുവനും രക്ഷ നേടിത്തന്നു. അപ്പോൾ ആ നേടിത്തന്ന ആ രക്ഷ, അതായത് അതിൻ്റെ ഒരു ഭാഗമാണ് ഈ കുഞ്ഞാടിൻ്റെ രക്തം എന്ന് പറയുന്നത്. ആ തിരുരക്തത്തിൻ്റെ അനന്ത യോഗ്യത വെച്ച് നമ്മൾ കൂടെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് എല്ലാ ദിവസവും കരുണക്കൊന്ത എല്ലാം ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ശരിക്കും ഈശോയുടെ ഫുൾ പീഡാസനം കുരിശുമരണം എല്ലാം നമ്മൾ അനുസ്മരിച്ചുകൊണ്ട് ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എല്ലാ ദിവസവും കരുണക്കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട് 3 മണിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുകയെന്ന് വെച്ചാൽ നല്ലത്. പുലർച്ചെ 3 മണിക്കാണെങ്കിൽ നല്ലത്. അതായത് ഇനി അത് പറ്റില്ല വൈകിട്ടാണെങ്കിൽ നല്ലത്. ഇനി 2 നേരം പറ്റുന്നുണ്ടെങ്കിൽ അതും നല്ലത്. അപ്പോൾ അങ്ങനെ അല്ലാത്ത സമയങ്ങളാണെങ്കിൽ അതിനെ കരുണക്കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അങ്ങനെ തന്നെ ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ ഈശോയുടെ തിരുരക്തത്തിൻ്റെ ശവമാല, അതുപോലെ ഈശോ എങ്ങോട്ട് തിരുരക്തം കൊണ്ട് തന്നെ കഴുകണമേ വിശുദ്ധീകരിക്കണമേ എന്നെല്ലാം എല്ലാ ദിവസവും മുടങ്ങാതെ അങ്ങനെ ഈശോയുടെ തിരുരക്തത്തെ ആ തിരുരക്തത്തിൻ്റെ യോഗ്യത അനുസ്മരിച്ചുകൊണ്ട് ആ തിരുരക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിക്കപ്പെടാനായിട്ട് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നത് നമുക്ക് കൂടുതൽ ഈശോയുടെ തിരുരക്തത്തിൻ്റെ അല്ലാതെ തന്നെയും ലോകം മുഴുവൻ്റെ മേലും പ്രത്യേകിച്ച് മാമോദീസയിലൂടെ സഭയിൽ അംഗങ്ങളായി തീർന്ന നമ്മുടെ ഓരോരുത്തരുടെ മേലും ഈശോയുടെ തിരുരക്തത്തിൻ്റെ അനന്ത യോഗ്യത നമ്മുടെ മേലുണ്ട്. നമ്മുടെ പാപങ്ങൾക്കെല്ലാം അത് പരിഹാരമാണ്. നമ്മൾ കൂടുതൽ ഈശോയിലേക്ക് നയിക്കാനെല്ലാം അത് ഉറപ്പായിട്ടും നമ്മൾ ഈവൻ പ്രാർത്ഥിക്കാത്ത സമയത്താണെങ്കിൽ പോലും ആ യോഗ്യത നമ്മിലുണ്ട്. പക്ഷേ നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആ തിരുരക്തത്തിൻ്റെ യോഗ്യത നമ്മളിലുള്ളത് കൂടുതൽ ശക്തമാവാനും കൂടുതൽ തീക്ഷ്ണമാവാനും കൂടുതൽ വിശുദ്ധീകരിക്കപ്പെടാനും ഈശോയിലേക്ക് അടുക്കാനെല്ലാമായിട്ട് നമ്മളെ സഹായിക്കും. അപ്പോൾ എല്ലാ ദിവസവും മുടങ്ങാതെ കരുണക്കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാനും പ്ലസ് തിരുരക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിക്കപ്പെടാനെല്ലാമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്വന്തം സാക്ഷ്യത്തിൻ്റെ വചനം. അതായത് ഈശോയ്ക്ക് സാക്ഷ്യം നൽകുന്നതിനെ പറ്റിയാണ്. പിന്നെ ഈ ലോകത്ത് കൂടുതൽ കണ്ടുവരുന്നതും അത് ചെയ്യാതിരിക്കുന്ന ഒരു പ്രവണത തന്നെയാണ്. അതായത് നമുക്കിപ്പോൾ പല കാര്യങ്ങളിലും ഇപ്പോൾ ഈശോയെ പറ്റി പറയാൻ, ഇപ്പോൾ കൂടെയുള്ളവരുടെ അടുത്ത് അല്ലെങ്കിൽ ഇപ്പോൾ വീട്ടുകാരുടെ അടുത്ത്, ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത്, പഠിക്കുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ നമ്മൾ പോകുന്ന വഴികളിൽ, യാത്ര ചെയ്യുന്ന വാഹനങ്ങളിൽ എന്തിനെ പറ്റിയൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ ഇത് കാര്യങ്ങൾ മറ്റ് ലോകത്തിൻ്റെ കാര്യങ്ങൾ ഇതെല്ലാം പറയും. പക്ഷേ ഈശോയെ പറ്റിയൊന്ന് പറയാനായിട്ട് നമുക്ക് വലിയ പ്രയാസമാണ്. അല്ലെങ്കിൽ നമുക്കുണ്ടായൊരു ദൈവാനുഭവം പങ്കുവയ്ക്കാനായിട്ട് വലിയൊരു പ്രയാസമാണ്. അപ്പോൾ ഇപ്പോൾ ഒരു ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുകയാണെന്ന് വെച്ചാൽ അപ്പോൾ അതിന് മുമ്പേ ഈ 2 തിമോത്തി 1:8 ഇങ്ങനെ ഒരു വചനമുണ്ട്. നമ്മുടെ കർത്താവിനെ സാക്ഷ്യം നൽകുന്നതിൽ നീ ലജ്ജിക്കരുത്. ഈശോയ്ക്ക് സാക്ഷ്യം നൽകുന്നതിൽ ഒരു കാരണവശാലും നമ്മൾ ലജ്ജിക്കാൻ പാടില്ല. അത് വചനമാണ്. ഈശോയ്ക്ക് സാക്ഷ്യം നൽകണം എന്നുള്ളത് ഈ വെളിപാട് 12:11 പറയുന്നു. അങ്ങനെ സാക്ഷ്യം നൽകുന്നതിൽ ലജ്ജിക്കരുത് എന്നുള്ളത് പറയുന്നു. ഇപ്പോൾ ഈ വേറൊരു കാര്യം, ഇപ്പോൾ എക്സാം നടക്കുന്നു. അപ്പോൾ പല പിള്ളേരും കോപ്പി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരു പക്ഷേ കോപ്പി അടിക്കണില്ലായിരിക്കാം, പക്ഷെ പലരും നമ്മുടെ അടുത്ത് ഉത്തരങ്ങൾ ചോദിക്കുന്നു. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ അവൻ എന്ത് വിചാരിച്ചിട്ട് നമ്മൾ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ശരിക്കും സാക്ഷ്യം കൊടുക്കുന്നതിനെതിരാണ്. ആ സമയത്ത് നമ്മൾ കാണിച്ചു കൊടുക്കാതെ എഴുതണതാണ് ശരിക്കും പറഞ്ഞാൽ സാക്ഷ്യം കൊടുക്കൽ. നമ്മളൊരു വചനം പാലിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു വചനം പാലിക്കുമ്പോൾ അവർക്കൊരു മാതൃകയാണ്. ഇപ്പോൾ പല പിള്ളേരും പിള്ളേർ മാത്രമല്ല, ഇപ്പോൾ വലിയവരാണെങ്കിലും പലരും പറഞ്ഞിട്ടുള്ളൊരു കാര്യം പറയുന്നത്, ഇപ്പോൾ പള്ളിയിൽ പോകാനും കുറേ നേരം പ്രാർത്ഥിച്ചിരിക്കാനൊക്കെ അവർക്ക് ഇഷ്ടമാണ്. ഇപ്പോൾ കുർബാന കഴിഞ്ഞിട്ട് കുറച്ചധികം സമയം പ്രാർത്ഥിക്കാൻ. ഇപ്പോൾ ഒരു ചേച്ചി ഇതുപോലെ സംസാരിച്ചപ്പോൾ ചേച്ചി എന്ന് പറയുകയാണ്, ബ്രദറെ കുറേ നേരം കുർബാന കഴിഞ്ഞിട്ട് കുറച്ച് നേരം പ്രാർത്ഥിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ കുറച്ച് നേരം ഒന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കൂട്ടുകാരികൾ അല്ലെങ്കിൽ കൂടെയുള്ളവർ വന്ന് ചോദിക്കും, നീ ഇത്ര വലിയ പ്രാർത്ഥനക്കാരിയാണോ, നീയൊക്കെ ഇത്ര നേരം ഒന്ന് പ്രാർത്ഥിക്കില്ല, എന്തിനാ വെറുതെ ഇങ്ങനെ ഷോ ഇറക്കണേ? അപ്പോൾ അവർക്ക് പ്രാർത്ഥിക്കാൻ തോന്നില്ല. ഇപ്പോൾ വേറൊരു കുട്ടിയായിട്ട് സംസാരിച്ചപ്പോൾ അവൾ പറയണത്, അതായത് എനിക്ക് പള്ളിയിൽ പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ഞാൻ അങ്ങനെ ഇപ്പോൾ പള്ളിയിൽ പോകണില്ല. അപ്പോൾ വീട്ടുകാർ വിചാരിക്കുമോ ഇനിയിപ്പോൾ ഇവള് ഇങ്ങനെ പോവുകയാണോ, അല്ലെങ്കിൽ ഇപ്പോൾ സിസ്റ്ററാവാൻ പോവുകയാണോ, അല്ലെങ്കിൽ ഇപ്പോൾ നാട്ടുകാരെ കാണിക്കേണ്ട ആവശ്യമുണ്ടോ? അത് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി നിങ്ങൾ പോവുകയാണെന്നല്ലല്ലോ. ഇപ്പോൾ നമ്മുടെ ആത്മാവിൻ്റെ അവസ്ഥ, അതായത് ഈശോയുള്ള ബന്ധത്തിൽ നിന്നാണ് നമ്മൾ പോണത്. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുമ്പോൾ എന്താണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്ക് പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാനായിട്ട് പ്രേരണ കിട്ടി, അല്ലെങ്കിൽ എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ഇവരെന്ത് വിചാരിക്കണം വിചാരിച്ച് പ്രാർത്ഥിക്കാതിരുന്നാൽ, പള്ളിയിൽ പോകാതിരുന്നാൽ, കൊന്ത ചെല്ലാതിരുന്നു കഴിഞ്ഞാൽ ശരിക്കും ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ആത്മാവിന് തന്നെയാണ് അത് നഷ്ടം. നമ്മൾ ഈശോയിലേക്ക് അടുക്കേണ്ട ഒരു മാർഗ്ഗമാണ്, നമ്മൾ കൂടുതൽ ഈശോയിലേക്ക് അടുക്കാനുള്ള ഒരു മാർഗ്ഗമാണ് അത്. അപ്പോൾ അതവിടെ തടസ്സപ്പെടുന്നു. അത് മാത്രമല്ല, ഇത് കാണുന്നത് മൂലം അനേകരെ ഈശോയിലേക്ക് അടുപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റും. നിങ്ങൾ വഴി രക്ഷ പ്രാപിക്കാനുള്ള ഒരുപാട് ആത്മാക്കളും അതുവഴി നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ വേറൊരു കുട്ടി ഇതുപോലെ ഒരു വെന്തിങ്ങ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു, അപ്പോൾ വെന്തിങ്ങ ഇട്ട് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു ചില ദിവസങ്ങളിൽ. അപ്പോൾ അവളടുത്ത് ചോദിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഇത് വെന്തിങ്ങ ഇടാനായിട്ട്. അപ്പോൾ ഒരു ദിവസം കഴുത്തിൽ വെന്തിങ്ങ കണ്ടില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു വെന്തിങ്ങ എവിടെയും ചോദിച്ചു. ഉത്തരി എവിടെയും ചോദിച്ചപ്പോൾ പറഞ്ഞു പോക്കറ്റിൽ നിന്ന് എടുത്ത് കാണിച്ചു. ഇത് എൻ്റെ പോക്കറ്റിലുണ്ട്, ഞാൻ കൈ പിടിച്ച് നടക്കുക, ഞെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരൊക്കെ ഓരോന്ന് ചോദിക്കാൻ നിൽക്കും.
അപ്പോൾ അതുപോലെ ഇപ്പോൾ വേറെ ഒരുത്തൻ ഇതുപോലെ പള്ളി വരണത് ചോദിച്ചപ്പോൾ നമ്മളിതിനെ ആൾക്കാരെ കാണിക്കാനായിട്ട് പള്ളിയിൽ കയറണേ അല്ലെങ്കിൽ കുർബാനയ്ക്ക് കയറണേ, ഞാൻ പള്ളിയിൽ കയറാൻ മാത്രത്തെ യോഗ്യതയായുള്ള ആളൊന്നല്ല, അപ്പോൾ അതിന് മാത്രമുള്ള വിശുദ്ധി ഇതൊന്നും അല്ലെങ്കിൽ എന്താ പറയുക യോഗ്യതയൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആൾക്കാരങ്ങനെ കാണിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ പലരും പല കാരണങ്ങൾ പറഞ്ഞിട്ട് അപ്പോൾ അവിടെയെല്ലാം എന്താണ് ഈ 2 തിമോത്തി 1:8 വചനം ലംഘിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ കർത്താവിന് സാക്ഷ്യം നൽകുന്നതിൽ നീ ലജ്ജിക്കരുതെന്നാണ് പറയണേ. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം ഇപ്പോൾ നമ്മളങ്ങനെ പള്ളിയിൽ പോകുമ്പോൾ കുർബാനയ്ക്ക് പോകുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഈശോയെ നമ്മളുള്ള ആ സ്നേഹത്തിലാണ് നമ്മളതെല്ലാം ചെയ്യണം. അപ്പോൾ ഇവരെന്ത് വിചാരിക്കണം നമ്മൾ ബോധപ്പെടേണ്ട ആവശ്യമില്ല. ഈശോ അപ്പോൾ പ്രാർത്ഥിക്കുക ഒരു പ്രേരണ തന്നു, പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രേരണ കിട്ടുന്നുണ്ടെങ്കിൽ ആ സമയത്തിരുന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നതോടെ നമ്മുടെ ആത്മാവിന് കിട്ടേണ്ട ചില കൃപകളുണ്ട് ആ സമയത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ. അപ്പോൾ അത് അങ്ങനെ ചെയ്യുമ്പോൾ അത് കിട്ടും. മാത്രമല്ല അത് കാണുന്നത് വഴി ഒരു പക്ഷേ പലരെയും ഈശോയിലേക്ക് അടുപ്പിക്കാൻ വിചാരിച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ അവർ എടുക്കാനായിട്ട് ഇടയാവും. അവർ ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് വന്ന് ചിലപ്പോൾ ചില ചോദ്യങ്ങൾ ചോദിക്കും, ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റണം അല്ലെങ്കിൽ ഇതൊക്കെ എങ്ങനെയുണ്ടാവണം. അപ്പോൾ നമുക്ക് അവിടെ ഈശോയ്ക്ക് സാക്ഷ്യം കൊടുക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. അപ്പോൾ അങ്ങനെ ഡെയിലി ലൈഫിൽ സാക്ഷ്യം കൊടുത്ത് പോകണം. പ്ലസ് നിങ്ങൾക്കെല്ലാം തന്നെ ഈശോയെ പറ്റി വചനം പ്രസംഗിക്കാനൊക്കെ താല്പര്യമുള്ള ലൈനനുസരിച്ച് പറയണം, ഈശോയെ പറ്റി പറയണം. അങ്ങനെ ദൈവാനുഭവങ്ങൾ കിട്ടണം നമ്മൾ ബാക്കിയുള്ളവരുടെ അടുത്ത്, കൂട്ടുകാരുടെ അടുത്ത്, അല്ലെങ്കിൽ വീട്ടിൽ ഇപ്പോൾ ജോലി സ്ഥലത്ത്, അങ്ങനെ പല സ്ഥലങ്ങളും മുതിർന്നവരുടെ അടുത്ത്, കാണുന്നവരുടെ അടുത്തെല്ലാം അങ്ങനെ ദൈവാനുഭവം ഉണ്ടായത് പറയണം. അങ്ങനെ അവർ ഈശോയിലേക്ക് എടുക്കാനായിട്ട് ഇടയാവണം. അതൊക്കെയാണ് സാക്ഷ്യം കൊടുക്കൽ. ഇപ്പോൾ വേറൊരു ബേസിക് ഉദാഹരണം, ഒരു സിമ്പിൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ദിവസം എല്ലാ ദിവസവും പള്ളിയിൽ പോകുമ്പോൾ കാണണം. അപ്പോൾ ഞങ്ങളിവിടെ ഒരു സ്റ്റഡി ഹൗസിൽ നിൽക്കുമ്പോൾ കുറച്ച് നാളത്തേക്ക് ഇവിടെ നിൽക്കുക, ഒരു ചങ്ങനാശ്ശേരി. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ എല്ലാ ദിവസവും പള്ളിയിൽ പോയി വരും. അപ്പോൾ പള്ളിയിൽ വരുമ്പോൾ ഒരു ചേട്ടൻ, കുറച്ച് പ്രായമുള്ള ഒരു ചേട്ടനുണ്ട്. അപ്പോൾ ആ ചേട്ടനും ഒരു ആൻറ്റിയും മാത്രമാണ് ആ വീട്ടിൽ നിൽക്കണം. അപ്പോൾ ചേട്ടൻ എല്ലാ ദിവസവും പള്ളിയിൽ നിന്ന് വരുമ്പോൾ ഇങ്ങനെ ക്ലീൻ ചെയ്യണം കാണാം. അപ്പോൾ എന്നെ കാണാറുണ്ട്. അപ്പോൾ ആ ചേട്ടൻ ക്രിസ്ത്യൻ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ നോക്കും, പക്ഷെ ഒന്നും സംസാരിക്കാറൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരു 1-1.5 വർഷത്തോളൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഒരു ദിവസം അങ്ങനെ പ്രശ്നമൊന്നുമില്ല, ഞാൻ അങ്ങനെ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒരു ദിവസം ഞാൻ കുർബാന കഴിഞ്ഞ് വരുന്ന സമയത്ത് ഇങ്ങനെ പെട്ടെന്ന് പോക്കറ്റിൽ നിന്ന് കൊണ്ടെടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് പ്രേരണ കിട്ടി. കൊന്നുവല്ല് പ്രാർത്ഥിക്കാനായിട്ട്, വേറെ ആരും കാണിക്കാനല്ല, ഈശോർ പ്രേരണ തന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഉള്ളിലൊരു ചിന്ത എന്തിട്ടാവാം, ഇനിയിപ്പോൾ പോണ വഴിക്ക് ആൾക്കാർ കാണും, ഇപ്പോൾ വരുന്നവർ ജോലിക്കാർ പോണവരുണ്ടാവും, സ്കൂളിലേക്ക് പോണ പിള്ളേരുണ്ടാവും. അപ്പോൾ നമ്മൾ കൊന്നു ചൊല്ലി നടന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ അവർ കാണും, ഇവർ കാര്യങ്ങളൊക്കെ വിചാരിക്കാം. അപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഈ വചനം വന്നു, 2 തിമോത്തി 1:8, നമ്മുടെ കർത്താവിന് സാക്ഷ്യം നൽകുന്നതിൽ നീ ലജ്ജിക്കരുത്. ഞാൻ ഒന്നും നോക്കിയില്ല, എന്തായാലും അങ്ങനെ ഒരു പ്രേരണ ഈശോ തന്നേല. ഞാൻ കൊന്നെടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ച് ഇങ്ങനെ വരുന്ന സമയത്ത് ഈ ചേട്ടൻ്റെ സ്ഥലം എത്താറായി. അപ്പോൾ അത്ര നാളായിട്ട്, വർഷങ്ങളായിട്ട് സംസാരിക്കാത്ത, അല്ലെങ്കിൽ ഇത്ര നാൾ കണ്ടിട്ട് സംസാരിക്കാത്ത ചേട്ടൻ പെട്ടെന്ന് ഞാൻ കൊന്തി പിടിച്ച് വരണാണ്. അപ്പോൾ ആ ചേട്ടൻ എന്നെ ഇങ്ങനെ നോക്കി. ഇപ്പോൾ കൈക്ക് കൊന്തയിലേക്ക് നോക്കുന്നുണ്ട്, എന്നെ നോക്കുന്നുണ്ട്, കൊന്തയിലേക്ക് നോക്കുന്നുണ്ട്, എന്നെ നോക്കുന്നുണ്ട്. മാറി നോക്കിയിട്ട് ആ ചേട്ടൻ ഇങ്ങനെ ചിരിക്കാൻ തുടങ്ങി ഇത് കണ്ടിട്ട്. ആ ചേട്ടൻ ചിരിച്ചിട്ട് ഇങ്ങനെ ചോദിച്ചു, മോനെ ഇവിടെ ഉള്ളതാണല്ലേ, അപ്പോൾ എന്താ ചെയ്യണേ, അപ്പോൾ പള്ളിയിൽ പോയി വരാമെങ്കിൽ ചോദിച്ചിട്ട് ആ ചേട്ടൻ എന്നിട്ട് ഒരുപാട് നേരം ഇത് കണ്ട, അതായത് പറഞ്ഞു വന്നത് ബേസിക്കായിട്ട് കൊന്ന കണ്ടതിന് പേരിൽ സംസാരിക്കാൻ തുടങ്ങി. എന്നിട്ട് വീട്ടിലെ ചില വിശേഷങ്ങൾ, മക്കളുടെ കാര്യം പറഞ്ഞു. അപ്പോൾ ആ മേഖലയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കാര്യവും അങ്ങനെ പ്രയർ റിക്വസ്റ്റ് എല്ലാം വന്ന് പ്രാർത്ഥിച്ച് പിന്നെ ആ ചേട്ടൻ എപ്പോൾ കണ്ടു കഴിഞ്ഞാലും സംസാരിക്കുക അല്ലെങ്കിൽ തിരിച്ച് കാണിക്കും. അപ്പോൾ ഒരു പക്ഷേ ആ ഒരു ആത്മാവിനെ നേടാൻ, ഈശോയിലേക്ക് അടുപ്പിക്കാനായിട്ട് ഈശോ അപ്പോൾ തന്നതാണ് ആ ഒരു പ്രേരണ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരുപാട് പ്രേരണകൾ കിട്ടുന്നുണ്ടാവും. ചില സമയത്ത് ചില ഇടങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥിക്കാനായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ചില വചനം പാലിച്ചുകൊണ്ട് പോകുമ്പോൾ ഒരു പക്ഷേ കളിയാക്കൽ വിചാരിച്ചിട്ട് നമ്മൾ പല വചനങ്ങൾ പാലിക്കാതിരിക്കാം. പക്ഷേ നമ്മൾ സ്ട്രിക്റ്റായിട്ട് ഈശോയുടെ, അതായത് തിരുരക്തത്തിൻ്റെ ഈ പ്രാർത്ഥന, അതായത് ഈശോയെ എങ്ങനെ തിരക്തം തന്നെ കഴുകണം, വിശദീകരിക്കണം, അതുപോലെ തന്നെ കരുണക്കുന്നെല്ലാം ചൊല്ലി പ്രാർത്ഥിക്കുന്നത്. പ്ലസ് ഇതുപോലെ ഈശോയ്ക്ക് സാക്ഷ്യം നൽകി, സ്വന്തം സാക്ഷ്യത്തിൻ്റെ വചനം ഈശോയ്ക്ക് സാക്ഷ്യം നൽകുന്നത്, അത് പ്രവൃത്തിയിലൂടെയും പ്രത്യേകിച്ച് വാക്കിലൂടെയും എല്ലാം കൊടുക്കുന്നത് നമ്മളെ പിശാചിൻ്റെ മേൽ വിജയം വരിക്കാനായിട്ട് പ്രാപ്തരാക്കുകയാണ്. അപ്പോൾ ഈശോയുടെ ആ കൂടുതൽ സ്നേഹത്തിലേക്ക് അടുക്കുകയാണ്. അപ്പോൾ ഈശോയുടെ ആ തിരുരക്തത്തിൻ്റെ യോഗ്യത പ്ലസ് സ്വന്തം സാക്ഷ്യത്തിൻ്റെ വചനം കൊണ്ട് പിശാചിനെ തോൽപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. ഈശോ അനുഗ്രഹിക്കട്ടെ.